യെസ്. അപ്പോ 46 വയസ്സുള്ള സാബു. ഈ സാബു എത്രാമത്തെ വയസ്സിലാണ് ജോലിക്ക് ഇറങ്ങിയത്? ഞാനൊരു പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ ITI പോയി. ITI കഴിഞ്ഞിട്ട് നേരെ ജോലിക്ക് ഇറങ്ങി. ജോലിക്ക് ഇറങ്ങി. എത്രാമത്തെ വയസ്സ്? 20 വയസ്സ്. അപ്പൊ 26 വർഷം കൊണ്ട് സാബു മേക്ക് മണി എന്ന് പറയുന്ന പാർട്ടിൽ ഒരുപാട് പണം ഉണ്ടാക്കി. ആ പണം ഉണ്ടാക്കി സാബു എന്ത് ചെയ്തു? താഴെ കാണുന്ന സാബുവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി. ഓക്കെ, സാബു ഈ പൈസ ഉണ്ടാക്കിയിട്ട് സാബുവിന്റെ സ്വപ്നങ്ങൾ എന്തെങ്കിലും സാക്ഷാത്കരിക്കാൻ സാധിച്ചോ? ഒന്നും സാധിച്ചില്ല സാറേ. ഒന്നും സത്യം സാധിച്ചില്ല. പറഞ്ഞ യെസ്. കാരണം ഉണ്ടാക്കിയ പൈസ എല്ലാം എന്ത് ചെയ്തു? ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ അതിൽ നിന്ന് സാബുവിനുള്ള ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു സ്വന്തമായി വീട് വാങ്ങുക എന്നുള്ളത്. സാബു അതിനു വേണ്ടി കിട്ടുന്നതിലും ചെറിയ ചെറിയ ഈ സാബു ഈ 10 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടിയതാ? മാറ്റി വെച്ചതാണോ? അവിടെ അത് പണിയെടുത്തുണ്ടാക്കിയ സാറേ. പണിയെടുത്തുണ്ടാക്കിയ പൈസയിൽ നിന്ന് അല്ലേ? അല്ലെ, ചിട്ടി വിളിച്ചും മറ്റല്ലേ, അങ്ങനല്ലേ? പല ചിട്ടികളിലൂടെ തന്നെ സാബു അവിടെ 10 ലക്ഷം രൂപ ഏകദേശം ഉണ്ടാക്കി വെച്ചു. അപ്പോഴും സാബുവിന്റെ മുമ്പിലെ ടാസ്ക് ഈ 10 ലക്ഷം രൂപ കൊണ്ട് എങ്ങനെ എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കും. ഇപ്പൊ നിങ്ങളുടെ പലരുടെയും കയ്യിലും 10-15 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാവും. ഈ 15-10 ലക്ഷം രൂപ കൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോ സാബുവിനെ സംബന്ധിച്ച് ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീടും ഒരു 10 സെന്റ് സ്ഥലം വാങ്ങുക എന്നുള്ളത് സാബുവിന്റെ ഒരു അൾട്ടിമേറ്റ് ഒരു ഡ്രീമാണ്. ഏറ്റവും വലിയ സ്വപ്നമാണ് സാബുവിന്റെ. അത്തരത്തിലേക്ക് ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ സാബുവിന് ചുരുങ്ങിയത് 1 കോടി രൂപ കയ്യിൽ വേണം. ഓക്കെ, ആ 1 കോടി വേണമെങ്കിൽ സാബുവിന് എന്ത് ചെയ്യാം? ഈ 10 ലക്ഷം രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് ആക്കിക്കൊണ്ട് 90 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. ഓക്കെ, ബാങ്കിൽ നിന്ന് സാബുവിന് ലോൺ കൊടുക്കണമെങ്കിൽ അതിന് ITR മറ്റു കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ കിട്ടിയെന്ന് വിചാരിക്കും, ഒരു പരിധി വരെ കൊടുക്കില്ല. കാരണം എന്താ? സാബുവിന് 90 ലക്ഷം രൂപ ലോൺ എടുത്താൽ 1.5 ലക്ഷം വെച്ച് തിരിച്ചടക്കാനുള്ള കഴിവ് സാബുവിനുണ്ടോന്ന് ബാങ്ക് പരിശോധിക്കും. അപ്പൊ എന്തുണ്ട്? സാബുവിന് കിട്ടുന്ന വരുമാനം വെൽഡിങ് ചെയ്ത് 30,000 റുപ്യായിരുന്നു അല്ലെ? അപ്പൊ എന്തില്ല, സാബുവിന് ലോൺ തരില്ല. ഒന്നാമത്തെ കാര്യം, തന്നാൽ തന്നെ 1.5 ലക്ഷം രൂപ സാബുവിന് തിരിച്ചടക്കാൻ പറ്റില്ല. അപ്പോ സാബുവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്താണ് ഒരു മാർഗം? അവിടെയാണ് ജസ്റ്റ് പെയ്ഡിന്റെ പ്രത്യേകത. ഈ സാബുവിനെ പോലുള്ള 28,000 പേർക്കുള്ള ഒരു വലിയ അവസരമാണ് ഇവിടെ കമ്പനി ഒരുക്കി വെച്ചിട്ടുള്ളത്. അവിടെ കമ്പനി പറഞ്ഞു, സാബു കയ്യിലുള്ള പൈസ ആദ്യം സേവിങ്സിലേക്ക് മാറ്റും. സേവിങ്സ് എന്ന് പറയുമ്പോൾ സേവ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്നും 10% ഹൈ റിട്ടേൺ കിട്ടുന്ന സേവിങ്സിലേക്ക്. അങ്ങനെ സാബു ആ വലിയ ആഗ്രഹവുമായിട്ടിരുന്ന സാബുവിന്റെ ആവശ്യമല്ല കേട്ടോ. ആവശ്യം എന്താണ്? വീട്ടിലെ ചെലവ് നടത്താൻ മറ്റുള്ളതായിരുന്നു. അതിന് സാബുവിന് വരുമാനമുണ്ട് അല്ലെ? അവിടെ ആ വലിയ ആഗ്രഹം ആയിരുന്ന സാബുവിന്റെ മുമ്പിലേക്ക് സാൻഡൽവുഡ് എന്ന പ്രൊജക്ട് കേട്ടപ്പോ സാബുവിന്റെ ഭാര്യക്ക് ആദ്യം ലെടുപൊട്ടി അല്ലെ? ബിന്ദു പറഞ്ഞു, ചേട്ടാ നല്ലൊരു സംഭവമാണല്ലോ അല്ലെ? അങ്ങനെ ഇവരിവിടെ ഈ സൂം മീറ്റിംഗിൽ ഇരുന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം 8 ദിവസത്തോളം ഈ പ്രൊജക്ടിനെ കുറിച്ച് പഠിച്ചു. ഞാനിവിടെ പ്ലാൻ പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നു സാബു, ബിന്ദു പതിവില്ലാതെ റെഗുലർ ആയിട്ട് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നു. സാബുവിന്റെ ഭാര്യയിൽ കണ്ണുകളിൽ കാണുന്ന തിളക്കം എന്തോ അന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നേരിട്ട് ഫോൺ ചെയ്യുന്നു. അങ്ങനെ സാൻഡൽവുഡ് എന്ന് പറയുന്ന ഒരു ബ്ലൂ പ്രിന്റ് മാത്രമേ കമ്പനിക്കുള്ളൂ അല്ലെ? ലിസ്യാമ്മയുടെ സ്ഥലം എടുത്തിട്ട് പോലുമില്ല. ആ സമയത്ത് സാബു കമ്പനിയെ വിശ്വസിച്ചുകൊണ്ട് 6 ലക്ഷം രൂപയ്ക്ക് സാബു ആ ഭൂമി 5 സെന്റ് ഭൂമി വാങ്ങുന്നു. അപ്പോ അവിടെ സാബു ആ ചെയ്ത പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് സേവ് മണി. ഇവിടെ പലരും ചോദിക്കും, 10 മുതൽ 15 വർഷം വരെ കാത്തിരിക്കണ്ടേ? ഒരു കാര്യം അണ്ടർലൈൻ ചെയ്തോളാം, സേവിങ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. സേവിങ്സ് ഓക്കെ, ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ളതാണ് സേവിങ്സിൽ ഉപയോഗിക്കുന്ന പൈസ.
ഓക്കെ. ഉണ്ടാക്കുന്ന പൈസയോ മേക്ക് മണി ഫോർ നീഡ്. ഓക്കെ. സേവ് മണി ഫോർ വാണ്ട്സ്. ഓക്കെ. ഇത് നമ്മൾ എല്ലാവരും പരിശോധിച്ചില്ലെങ്കിലോ, എക്സാമ്പിൾ തിരിച്ചു വരാം. സാബു പൈസ ഉണ്ടാക്കി, 10 ലക്ഷം കയ്യിലുണ്ട്, ഒരു 25 ലക്ഷം രൂപയുടെ ചെറിയ വീട് തട്ടിക്കൂട്ടി. ഓക്കെ. സാബുവിന്റെ സ്വപ്നം ഇവിടെ നടക്കുന്നില്ല. വീണ്ടും ഈ 15 ലക്ഷം രൂപ ലോൺ എടുത്ത പൈസ സാബു എന്ത് ചെയ്യണം? 30-40 ലക്ഷം രൂപയുടെ തിരിച്ചടക്കുമ്പോൾ സാബുവിന്റെ അവിടെ സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുന്നു. അപ്പൊ എന്തായി? ജീവിതമാകെ താറുമാറാകുന്നു. അതുകൊണ്ടാണ് പൈസ ഉണ്ടാക്കിയിട്ട് ആർക്കും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റില്ല. പറ്റിയാൽ തന്നെ അവർ വീണ്ടും സ്ട്രഗിളിങ്ങിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് പറയണത്, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉപയോഗിക്കേണ്ടത് സേവിങ്സിൽ നിന്നുള്ള പൈസയാണ്. ഓക്കെ. അപ്പൊ സാബു എന്ത് ചെയ്തു? സാബുവിന് 10 കൊല്ലം കഴിഞ്ഞാലോ 15 കൊല്ലം കഴിഞ്ഞാലോ ഈ പറഞ്ഞ 10 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ട മാക്സിമം 20 ലക്ഷം രൂപ ആയിട്ട് ഡബിൾ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ സാബു എന്ത് ചെയ്തു? ആ പൈസ 5 സെന്റ് ഭൂമി വാങ്ങി. 5 സെന്റ് ഭൂമി വാങ്ങി സാബുവിന്റെ കയ്യിൽ ആധാർ രജിസ്റ്റർ ചെയ്ത് കിട്ടി. 10 മുതൽ 15 വർഷം കഴിയുമ്പോൾ സാബുവിനത് 3.5 കോടി 5 കോടി രൂപയുടെ റിട്ടേൺ കിട്ടുമ്പോൾ സാബുവിന് എന്ത് ചെയ്യാം? സ്വപ്നം കണ്ടിരുന്ന ആ ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീട്, സ്വപ്നം കാണുന്ന കാറ്, മക്കളുടെ ഹയർ എഡ്യൂക്കേഷൻ, സാബുവിനും ബിന്ദുവിനും നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ള പണം അതിലൂടെ അവർക്കുണ്ടാക്കാൻ സാധിക്കുക. എന്താണ്? ഇതാണ് ഒരു സേവിങ്സ് പ്ലാൻ എന്ന് പറയുമ്പോൾ. ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ അടുത്ത ചോദ്യം, എനിക്ക് എല്ലാ മാസവും ജീവിച്ചു പോകാനൊരു പണം വേണം. യെസ്. അപ്പൊ കമ്പനി എന്തുകൊണ്ടു? ലാൻഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ എന്തായി? സാബുവിന്റെ കയ്യിൽ ബാക്കിയുള്ള 4 ലക്ഷം രൂപയുണ്ട്. സാബു എന്ത് ചെയ്തു? അതിൽ നിന്നും 3.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പൊ സാബു എന്ത് ചെയ്യുന്നു? ആ ഇൻവെസ്റ്റ്മെന്റിൽ കിട്ടുന്ന ലാഭം, ആ ലാഭം സാബു എന്ത് ചെയ്യുന്നു? ജീവിതത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പോ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമ്മുടെ നീഡിന് വേണ്ടി ഉപയോഗിക്കുന്നു, നമ്മുടെ ജീവിതത്തിന്റെ ഉയർന്ന രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ എന്താ ഗുണം കിട്ടിയത്? ഇപ്പൊ എക്സാമ്പിൾ പറയാം. നമ്മളൊരു പ്രൊജക്ട് 2 ഏക്കർ 40 പ്ലോട്ട്. കമ്പനി ഒരു കാര്യം ഉറപ്പ് വന്നിട്ടുണ്ട്, അല്ലെ? ഒരു പ്ലോട്ടെങ്കിലും കമ്പനി വിൽക്കും. ഓക്കെ. അങ്ങനെ വിൽക്കുമ്പോ 40 മാസം കൊണ്ട് സാബുവിന് എന്ത് തിരിച്ചു കിട്ടി? സാബു 3.5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. 40 മാസം കഴിയുമ്പോൾ സാബുവിന് എന്ത് തിരിച്ചു കിട്ടും? 2500 വെച്ചിട്ട് 40 × 2500 വെച്ച് 1 ലക്ഷത്തിന് എത്ര കിട്ടി? സാബുന് കണക്ക് ചോദ്യം മനസ്സിലായ? സാബു 3.5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. 4 കൊല്ലം കഴിയുമ്പോൾ സാബുന് എത്ര കൈ കിട്ടും? 7 ലക്ഷം രൂപ, അല്ലെ? 3.5 ലക്ഷം രൂപ ലാഭവും 3.5 ലക്ഷം മുതലും. ഞാൻ കൂട്ടിപ്പറയാണ്. അപ്പൊ എന്ത് കിട്ടി? ആ 3.5 ലക്ഷം രൂപ കൊണ്ട് സാബുവിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്തു. വീണ്ടും നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് അവിടെ സേഫ് ആയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിൽ നിന്ന് കിട്ടിയ ലാഭം നമ്മൾ ചെലവാക്കി, ക്യാപിറ്റൽ എമൗണ്ട് സേഫ് ആയിട്ടുണ്ട്. മാത്രമല്ല, നേരെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം. മേക്ക് മണി. വീണ്ടും സാബു എന്ത് ചെയ്യുന്നുണ്ട്? പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, അല്ലെ? പൈസ ഉണ്ടാക്കുന്നുണ്ട്, വീണ്ടും പൈസ ഉണ്ടാക്കുന്നു, അല്ലെ? സാബുവിന്റെ പ്രൊഫഷൻ ഉണ്ട്, ജസ്റ്റ് പെയ്ഡ് ഉണ്ട്, ആ വരുമാനം വേറെ ഉണ്ട്. സാബുവിന് എന്ത് ചെയ്യാം? വീണ്ടും ആ പൈസ കൊണ്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് ചേഞ്ച് ചെയ്യാം. മറ്റേ സേവ് മണി എന്തുണ്ട്? അവിടെ കിടന്ന് വളരുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചേ? വെറും ഒരു 10 ലക്ഷം രൂപ കൊണ്ട് ഒരു മനുഷ്യന്റെ ഡ്രീംസ് അല്ലെങ്കിൽ ലൈഫിൽ എന്തൊക്കെ നേടാനുണ്ടോ അതെല്ലാം നേടാനുള്ള വലിയ ഒരു പ്രൊജക്റ്റാണ് ജസ്റ്റ് പെയ്ഡ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് പലരുടെ കയ്യിൽ 10-15 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാവും, അല്ലെ? ഇത് മതിയെന്ന്. ഈ ഒരു പണം കൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം. അതിനുള്ള ഒരു വലിയ അവസരമാണ് കമ്പനിയോട് ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് മേക്ക് മണി, എന്താണ് സേവ് മണി, എന്താണ് ഇൻവെസ്റ്റ് മണി, എന്താണ് സ്പെൻഡ് മണി, അല്ലെ? പക്ഷേ നമ്മൾ ഇത് ഒരു ഇൻവെസ്റ്റർക്കുള്ളതാണ്. ഇപ്പൊ പറഞ്ഞതെല്ലാം എന്താണ്? സാബു ഈസ് എ ഇൻവെസ്റ്റർ. സെയിം ടൈം നമ്മളാണെങ്കിലോ ലിൻഡോ, സാൻഡൽവുഡ് പ്രൊജക്ട് ഈസ് എ ഐഡിയ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ആ ഐഡിയ എന്ത് ചെയ്തു? ആ ഐഡിയ വിറ്റു, അല്ലെ? വിറ്റു. അതിനുശേഷം ആ ഐഡിയ സെൽ. ഓക്കെ, സെൽ ചെയ്തിട്ട് എന്ത് ചെയ്തു? റവന്യൂ. അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കി. റവന്യൂ എന്ത് ചെയ്തു? പ്രോഫിറ്റ്. ആ റവന്യൂ, അതായത്
സാൻഡൽവുഡ് എന്ന് പറയുന്ന പ്രൊജക്ട് നമ്മൾ വിറ്റു, അതിൽ നിന്ന് 10 ലക്ഷം രൂപ കിട്ടി. ആ 10 ലക്ഷം രൂപ ഒരു പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, ആ പ്രോഫിറ്റ് എന്ത് ചെയ്തു? ക്യാഷ് ആക്കി മാറ്റി. ആ ക്യാഷ് എന്ത് ചെയ്തു? റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആൻഡ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് 2 തരത്തിലേക്ക് മാറ്റി അല്ലെ. റീറ്റെയിൻഡ് ഏർണിംഗ്സ് നമ്മുടെ കാര്യങ്ങൾ നടത്താനും, പ്ലസ് നമ്മളത് സേവിങ്സിലേക്ക് മാറ്റി. പിന്നെന്ത് ചെയ്തു? എന്തോ ഇൻകം സ്പെൻഡ് ചെയ്തു അല്ലെ. ജീവിതം അടിച്ചു പൊളിക്കാൻ വേണ്ടി ഉപയോഗിക്കാം അല്ലെ. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു? എല്ലാവരും ഉണ്ടാക്കുന്ന പൈസ ചെലവാക്കി പോകുമ്പോൾ നമ്മുടെ കയ്യിലേക്കൊന്നും വരുന്നില്ല.